നമസ്കാരം. ഞാൻ അഖിൽ മഞ്ചേരി. എ+ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ KT മുഹമ്മദ് രചിച്ച ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ സാമാന്യമായ ആശയം പരിശോധിക്കാൻ പോവുകയാണ്. കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകൾ കാണുക. വളരെ ലളിതമായിട്ടുള്ള ഒരു ഗാനമാണ് ഖൽബിലെ നിലാവ് എന്ന് പറയുന്നത്. നമുക്ക് നേരിട്ട് പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി ഈ ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന ഈ പാട്ടിൻ്റെ പൊതുവായ സവിശേഷതകൾ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. 4-5 പോയിന്റുകളിൽ കൃത്യമായ രീതിയിൽ ഒരു ആമുഖം ഇവിടെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കുട്ടികളത് കൃത്യമായ രീതിയിൽ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഖൽബിലെ നിലാവ് നമ്മുടെ പാട്ട് പാരമ്പര്യത്തിലെ നാടോടി തനിമ പ്രതിഫലിക്കുന്ന ഒരു ഗാനമാണ് ഖൽബിലെ നിലാവ്. അതായത് നാടോടി തനിമ പ്രതിഫലിക്കുന്ന ഗാനം. മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിൽ ഒരുക്കിയിട്ടുള്ള ഈ ഗാനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ്. രണ്ടാമത്തെ പോയിന്റ് മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയാണ് ഇതിന്. നായികാ വർണ്ണനയാണ് ഈ ഗാനത്തിൽ കടന്നു വരുന്നത്. മൂന്നാമത്തെ പോയിന്റ് നായികാ വർണ്ണന. 4 നായികയുടെയും നായകൻ്റെയും സ്നേഹത്തിൻ്റെ ആഴം ഈ വരികളിൽ കാണാവുന്നതാണ്. ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ 5ാം രംഗത്തുള്ള ഗാനമാണ് ഇത്. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഏത് നാടകത്തിലെ ഗാനമാണ് ഇത് എന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കണം. ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ 5ാം രംഗത്തുള്ള ഗാനമാണ് ഇത്. നാട്ടുമൊഴിയായി പ്രചരിച്ചു വന്ന മാപ്പിളപ്പാട്ട് വരികളാണ് താമരപ്പൂങ്കാവനത്തിൽ എന്ന വരി. ബാല്യകാല സഖി എന്ന സിനിമയിലും ഈ ഗാനമുണ്ട്. ഇത്ര പോയിന്റുകൾ സാമാന്യമായി കുട്ടികൾ പഠിച്ചു വയ്ക്കുക. തുടർന്ന് ആശയത്തിലേക്ക് പ്രവേശിക്കാം. താമരപ്പൂക്കൾ ധാരാളമായി വിരിഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടത്തിൽ താമസിക്കുന്നവളായി കവി തൻ്റെ നായികയെ കാണുന്നു. പഞ്ചവർണ്ണ തത്തയുടെ അഴക് പറ്റുന്നവളാണ് അവൾ. മനോഹരമായ പൂനിലാവ് എല്ലായിടത്തും പരന്ന് പൂവിതറുമ്പോൾ ആ പൂക്കളിൽ പൂക്കളുടെ റാണിയായി പൂത്തു നിൽക്കുന്നത് ആണവൾ. അവളെ കാത്തിരുന്ന് നായകൻ്റെ കാൽ മരവിച്ചു പോകുന്നു. കൺമണിയായ കാമുകിയെ ഒരു നോക്ക് കാണാൻ കണ്ണുകൾ കൊതിച്ചു പോവുകയും ചെയ്യുന്നു. കണ്ണുകൊണ്ട് ഹൃദയത്തിൽ കല്ലെറിയുന്നവളാണ് അവളെന്ന് കാമുകൻ പറയുന്നു. ഇവിടെ തുടരെ നായകനെ നോക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കണ്ണുകൊണ്ട് ഹൃദയത്തിൽ കല്ലെറിയുന്നവൾ എന്നത്. ഒരിക്കൽ പൂർണ്ണചന്ദ്രൻ ഏറ്റവും ശോഭയോടെ ഉദിച്ചുയർന്നു എന്നും, എന്നാൽ ആ അമ്പിളിമാമൻ പോലും തൻ്റെ കാമുകിയെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്നും കാമുകൻ പറയുന്നു. കാമുകിയോടുള്ള അതിരറ്റ സ്നേഹം, പ്രണയത്തിൻ്റെ ആഴം എന്നിവ ഈ ഗാനത്തിൽ നിന്നും മനസ്സിലാക്കാം. ഇത്ര ലളിതമാണ് ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന ഈ സിനിമാ ഗാനത്തിലെ ആശയമെന്ന് പറയുന്നത്. കുട്ടികൾ കൃത്യമായ രീതിയിൽ ഈ ആശയം വീണ്ടും കേട്ട് പഠിച്ചു വയ്ക്കാനായി ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം. നന്ദി.